ലാസ്റ്റ് ടൈം പോയപ്പോഴും എല്ലാ ഇയറിലും പോകുന്ന സമയത്തൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു ഈവനിങ്ങിൽ കുഞ്ഞുമ്മയുടെ അടുത്തോട്ട് പോകാറുണ്ട്. സ്മിത കുഞ്ഞുമ്മയുടെ അടുത്തോട്ട്. എനിക്ക് വേറെ കുറേ കുഞ്ഞമ്മമാരൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പം നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എനിക്ക് സ്മിത കുഞ്ഞുമ്മ. അപ്പോൾ ഞാൻ എപ്പോഴും വന്നു കഴിയുമ്പോൾ നമ്മളൊരു ദിവസം ഈവനിങ്ങിൽ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടൊന്ന് പോകാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ ഇതുവരെ അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പകുതിയും മുറിഞ്ഞും ഒക്കെ പോവും, ബാക്കി ഒന്നും എടുക്കത്തില്ല, അങ്ങനെയൊക്കെ. എന്തായാലും ഇന്ന് നമ്മൾ ഒരുങ്ങി കിട്ടി വൈകുന്നേരം എല്ലാവരും കൂടെ യാത്ര തിരിച്ചു കുഞ്ഞുമ്മയുടെ വീട്ടിലോട്ട്. പിന്നെ പോകുന്നതിന് മുന്നേ കുഞ്ഞുമ്മ എന്നെ വിളിച്ചു ചോദിക്കും എന്ത് മുള ഉണ്ടാക്കണ്ടേ. എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് എനിക്ക് ഫ്രൈഡ് റൈസ് മതിയെന്ന് പറയാറുണ്ട് കേട്ടോ. പോകുന്ന വീട്ടിൽ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള വീടുകളിൽ മാത്രം. അങ്ങനെ അമ്മുമ്മയും ഞാനും പിള്ളേരും അച്ഛനും പ്രശേട്ടനും എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് പിന്നെ അച്ചുവിന് ഇഷ്ടപ്പെടുന്ന അച്ചു വെക്കേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്താ പറയുക, ചിറ്റപ്പനില്ലാത്തത് ഭയങ്കര മിസ്സിങ് ആണ്. നേരത്തെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു. നല്ല രസമായിട്ട് ഇവിടുത്തെ ഹോള് നല്ല വലുതായതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ സ്പേഷ്യസാണ്, കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെടികളും അവൾ ചെയ്ത കുറേ ബോട്ടിൽ ആർട്ടും ഭിത്തിയിലൊക്കെ കുറേ അവളുടെ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും എൻ്റെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കഴിക്കാൻ ഇങ്ങനെ ഞാൻ റെഡിയായിരിക്കുക. അമ്മൂമ്മ പതിവ് പോലെ ആ ഒരു 6:30 സമയം തൊട്ട് അമ്മൂമ്മയ്ക്ക് പിന്നെ സീരിയലിൻ്റെ സമയം, അതുകൊണ്ട് ആ സമയത്തെങ്ങും പോകാനും ഇഷ്ടമല്ല. അങ്ങനെ അമ്മൂമ്മയും കൊണ്ട് നമ്മളവിടെ ഇരുന്ന് അമ്മൂമ്മ സീരിയൽ കാണാനിരുന്നു. പ്രശേട്ടൻ മഴയൊക്കെ കണ്ട് കൺമണിയും കൊണ്ട് ഇവിടെ വെളിയിലത്തെ ആ ഊഞ്ഞാലിലിരുന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ വീടുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം അച്ചുവും കാർത്തിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ അപ്പോൾ കസിൻസുമായിട്ടൊക്കെ ഉള്ള ഒരു റിലേഷനൊക്കെ ആയാലും എല്ലാം കൊണ്ടും എനിക്കെപ്പോഴും എന്നോട് എന്താ കാനഡ ഇഷ്ടമല്ലാത്ത, എന്താ തിരിച്ച് വരണം, അല്ല ഇന്ത്യ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം ഈ ഒരു എനിക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ റിലേഷൻഷിപ്സൊക്കെ ഭയങ്കര ഒരു, ഞാൻ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്കറിയില്ല, പക്ഷെ എനിക്കിങ്ങനെ എല്ലാവരും വേണം എന്നുള്ളൊരു തോന്നൽ ഭയങ്കര അങ്ങ് കൂടുതലാണ്. ഞാനിവിടെ ഈ ന്യൂ ഫോൺലാൻഡിലൊക്കെ പോയി നിന്നിട്ട് ഭയങ്കര ഡിപ്രഷൻ്റെയൊക്കെ പടുകുഴിയിലൊക്കെ വീണ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എല്ലാവരും വേണം, എല്ലാവരുമായിട്ട് നല്ല സ്നേഹമായിട്ട് ഇങ്ങനെ ഇരിക്കണം, എല്ലാവരെയും പോയി കാണണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കാനഡ അങ്ങോട്ട് സെറ്റാവാത്തത്. പിന്നെ എനിക്ക് കാനഡയിലായാലും അധികം ഫ്രണ്ട്സൊന്നുമില്ല, കാരണം എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സിനെ വെക്കാനും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ടാറ്റാ, ബൈ, സീ യു.